ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഓണസദ്യക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഇഞ്ചി. അപ്പോൾ നമ്മളിപ്പോൾ അതിനായിട്ട് 400 ഗ്രാം ഇഞ്ചി എടുത്ത് മണ്ണ് കളഞ്ഞ് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയുടെ തൊലി ചെത്തിയെടുക്കാം. അപ്പോൾ തൊലി വളരെ ഈസി ആയിട്ട് ചെത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പൂൺ എടുത്ത് അതിനെ ഒന്ന് ചുരണ്ടി കൊടുത്താൽ മതി. നല്ലപോലെ സ്പൂൺ എടുത്ത് ചുരണ്ടിയാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി ഇഞ്ചിയിൽ നിന്ന് മാറി കിട്ടും. അങ്ങനെ നമുക്ക് ഇതിൻ്റെയൊക്കെ തൊലി ചെത്തിയിട്ട് വരാം. കത്തി കൊണ്ട് നമ്മൾ ക്ലീൻ ആക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയൊക്കെ കുറേയൊക്കെ വേസ്റ്റായി പോവും. ഇതാകുമ്പോൾ സ്പൂൺ ആകുമ്പോൾ നമുക്ക് നല്ലപോലെ ക്ലീനാക്കി എടുക്കാനും പറ്റും. ഇതുപോലെ ഇടയിലൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് പറ്റും. അതുപോലെ വേസ്റ്റ് ആവുന്നത് കുറവായിരിക്കും. തൊലി മാത്രമായിട്ട് നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ എല്ലാ ഇഞ്ചിയും തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിക്ക് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എല്ലാത്തിനെയും അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇഞ്ചിയെല്ലാം അരിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു അളവിനാണ് നമ്മൾ ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള പുളിയും കൂടി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു നാരങ്ങ വലിപ്പം അളവിനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ കുതിരാനായിട്ട് വയ്ക്കാം. ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോഴേക്കും നമ്മുടെ ഇഞ്ചി വറുക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നമ്മളിപ്പം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ എണ്ണയൊക്കെ ഇപ്പം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് നമ്മുടെ ഇഞ്ചി തട്ടിക്കൊടുക്കാം. ഇഞ്ചിയെല്ലാം നമുക്കിതിലേക്ക് തട്ടിക്കൊടുക്കണം. ഇനി ഇഞ്ചി നല്ലപോലെ നമ്മൾ വറുത്തെടുക്കണം. ഇഞ്ചിയൊക്കെ ഇപ്പം നല്ലപോലെ ചുമന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഈ ഒരു പരുവം ആകുമ്പോഴേക്കും നമുക്കിനി ഇതിനെ കോരി മാറ്റാം. നമ്മളിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇഞ്ചി വറുത്ത് കോരിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയിലും വറുത്ത് കോരാം. നമ്മളിപ്പം 400 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വറുത്ത് വന്നപ്പോഴേക്കും ആകെ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് തണുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് വറുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും അതിലേക്ക് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും വഴലുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് തീ കുറച്ചിട്ടിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ചേർത്തിട്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കാം.
ഈ ഒരു സമയം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണവും കൂടി മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സമയം ഇതിലേക്ക് മാറ്റി വെച്ചിരുന്ന പുളിവെള്ളവും കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയം 1 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇഞ്ചി തണുത്തപ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഇഞ്ചിയെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയം ആ അരച്ച് വെച്ചിരുന്ന ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കടുക് വറുക്കുന്ന സമയത്ത് വെളുത്തുള്ളി 1 പിടി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്താലും മതി. നമ്മൾ ആക്ച്വലി അത് ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇട്ടില്ല. അപ്പം നിങ്ങൾ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ കുറുക്കിയെടുക്കണം. ഈ ഒരു സമയം നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം. നമ്മളിപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ കടുക് വറുത്ത സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ നമുക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് പുളിയും കൂടെ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ പുളി വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഈ ഒരു സമയം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ ഇഞ്ചിയുടെ കുത്തൽ മാറിക്കിട്ടും. മധുരമൊന്നും തോന്നത്തില്ല, പക്ഷേ ഇഞ്ചിയുടെ ആ ഒരു കടുപ്പും കുത്തലും ഒക്കെ നമുക്ക് മാറിക്കിട്ടും.
നമ്മുടെ ഇഞ്ചിയെല്ലാം ഇപ്പം കറിയെല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു അളവിന് നമുക്കിപ്പോൾ കുറുവി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിനേക്കാളും ഇത് കുറുകണം. കാരണം നമ്മൾ സദ്യക്കാണെങ്കിൽ ഇലയിൽ വെക്കുമ്പം നമ്മുടെ കറി ഓടാൻ പാടില്ല, വച്ചെടുത്ത് തന്നെ നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിക്കറി ആകുമ്പോൾ നല്ല കട്ടിക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ഇഞ്ചിക്കറിയെല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി ഇത് ഇലയിൽ വെച്ചാൽ ഓടത്തില്ല, വച്ചെടുത്ത് തന്നെ ഇരിക്കും. ആ ഒരു അളവിന് എത്തിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നമ്മൾ സദ്യക്ക് വേണ്ടിയിട്ട് ഇഞ്ചി എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ ഒരു ഇഞ്ചിക്കറി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവരെല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.